കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കുട്ടിയാന പുറത്തെത്തിയിരിക്കുകയാണ്. 16 മണിക്കൂറോളമാണ് കാട്ടാന കിണറ്റിൽ വീണിരുന്നത്. ദൃശ്യങ്ങളാണ് കണ്ടത്. ആനയെ ജനവാസ മേഖലയിൽ നിന്ന് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ കൂടി അവിടെ നിന്നും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്യാമ, കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് നടപടികൾ അവിടെ പുരോഗമിക്കുന്നത്? ശ്യാമിലേക്ക് തിരികെ എത്താം. എന്തായാലും 16 മണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയതിനു ശേഷമാണ് കാട്ടാനയെ പുറത്തെത്തിക്കാനായത്. വലിയ രീതിയിലുള്ള സംഘർഷം അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും രാവിലെ മുതൽ ഉണ്ടായിരുന്ന നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് മയക്കുവെടി വെക്കാം എന്നുള്ള തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ പോകുന്നത്. ഈ ദൗത്യത്തിനിടയിൽ വെല്ലുവിളിയായി മഴയും എത്തിയിരുന്നു. അതിനുശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിടിച്ച് പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ പെട്ടെന്നാണ് കാട്ടാന പുറത്തേക്ക് എത്തിയത്. പുറത്തേക്ക് എത്തുമ്പോൾ ആക്രമണ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു പെട്ടെന്ന് തന്നെ ആന അവിടേക്ക് പുറത്തെത്തുകയും പിന്നീട് ഓടുകയുമായിരുന്നു. ആദ്യം ഒരു പൈനാപ്പിൾ തോട്ടത്തിന്റെ ഭാഗത്തേക്കാണ് ഓടിയത്. അതിനുശേഷമാണ് മനസ്സിലായത് പിന്നീട് വന്ന വഴി തന്നെ ആ കാട്ടിലേക്ക് തന്നെ തിരികെ പോകുന്ന ആ വഴിയിൽ കൂടി തന്നെയാണ് കാട്ടാന പോയത്. എന്തായാലും 3 കിലോമീറ്ററോളം അപ്പുറത്താണ് ഈ പ്രദേശത്ത് നിന്നും കാടുള്ളത്. അവിടേക്ക് ആനയെ തുരത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്യാമ, കേൾക്കാമെങ്കിൽ 3 കിലോമീറ്ററോളം അപ്പുറമാണ് കാടുള്ളത്. അവിടം വരെ, കാട് കയറുന്ന വരെ ഈ ആനയെ അവിടെ എത്തിച്ച് നിരീക്ഷിക്കാനുള്ള തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. നമ്മൾ ദൃശ്യത്തിൽ പോലും കണ്ടു. എങ്ങനെയാണ് അതവിടെ നടക്കുന്നത് ഇപ്പോൾ? പൂജ, തീർച്ചയായിട്ടും. അതായത് 3 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഇവിടെ നിന്ന് ഈ കാട്ടിലേക്ക് ആനയെ കയറ്റി വിടുക എന്ന ഒരു ദൗത്യം പൂർണ്ണമായിട്ടും വനംവകുപ്പിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അടക്കം വനംവകുപ്പ് വിവിധ ഇടങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആന കയറിയതിന് തൊട്ട് പിന്നാലെ തന്നെ പടക്കം പൊട്ടിച്ച് കാട് ലക്ഷ്യമാക്കി ആനയെ നീക്കുക എന്നതായിരുന്നു വനംവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി. അത് ഏകദേശം ഒരുവിധം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി ആ ജനവാസ മേഖല പൂർണ്ണമായും പിന്നിട്ടാൽ മാത്രമേ അത് ഈ പറയുന്ന കാട്ടിലേക്ക് എത്തുകയുള്ളൂ. കാട്ടിലെത്തിയാൽ മാത്രം പോരാ, അത് ഒറ്റപ്പെട്ടു പോയാൽ വീണ്ടും അത് കൂടെ ഉണ്ടായിരുന്നവരെ തേടി തിരികെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആനയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ കൂട്ടത്തിൻ്റെ ഒപ്പം എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് പ്രധാനമായിട്ടും വനം വകുപ്പിന് ചെയ്യാനുള്ളത്. ആ ദൗത്യത്തിലേക്ക് വനം വകുപ്പ് എത്തിയാൽ മാത്രമേ ഈ ഒരു മിഷൻ പൂർണ്ണമായിട്ടും വിജയമായിട്ടുള്ളൂ എന്ന് പറയുകയുള്ളൂ. അപ്പോഴും നാട്ടുകാർ ഇവിടെ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം നാട്ടുകാരോട് RDO ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മയക്കുവെടി വെച്ച് ഈ ആനയെ ഇവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകും എന്നതായിരുന്നു നാട്ടുകാരുൾപ്പെടെ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇവർ തെറ്റിച്ചു എന്നതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വന്നിരിക്കുന്ന JCB ഉൾപ്പെടെ ഇവർ തടഞ്ഞ് വെച്ചിരിക്കുകയാണ്. എന്തായാലും അക്കാര്യത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ ഇവിടെ 144 പ്രഖ്യാപിച്ചതിനാൽ തന്നെ വലിയൊരു ജനക്കൂട്ടം ഇല്ല എന്നത് ഒരു ആശ്വാസമാണ്. പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അതുകൊണ്ട് തന്നെ കടന്നിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ട്. ഈ നാട്ടുകാർ പറയുന്നത് ഈ ആന തിരികെ കാട്ടിലേക്ക് പോയാലും വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തും. പ്രധാനമായിട്ടും ഈ മേഖലകളിലൊക്കെ കൃഷിയുണ്ട്. ആ കൃഷി എല്ലാം തന്നെ വിളഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ചക്കയുണ്ട്, അതോടൊപ്പം തന്നെ കൊക്കോയുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ ഉൾപ്പെടെ ഉണ്ട്. കൃഷി ഇങ്ങനെ വിളഞ്ഞിരിക്കുന്ന ഘട്ടമായതിനാൽ തന്നെ ആനകൾ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. ഇവിടെ ഈ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അത്ര പ്രായോഗികമായിട്ട് ഇല്ലതാനും. RRTയുടെ ഒരു കൃത്യമായ രീതിയിലുള്ള പരിശോധനയൊന്നും ഇല്ല എന്നാണ് ഈ പ്രദേശവാസികളും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു ഭീതി ഈ പ്രദേശത്ത് ഈ നാട്ടുകാർക്ക് ഉണ്ട്. വീണ്ടും ഒരു വന്യമൃഗ ശല്യം ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. കാരണം കാട്ടാന വീണ്ടും എത്തും. ഈ മഴയൊക്കെ ഈ പെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് ആനകൾ ഇങ്ങോട്ടേക്ക് എത്താൻ കൂടുതൽ ടെൻഡൻസി ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് എന്നാണ് പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴയുണ്ട്. ഈ ആനയെ കാട്ടിലേക്ക് അയക്കുന്ന ആ ദൗത്യ സമയത്തും
നല്ലൊരു മഴ പെയ്തിരുന്നു. മുമ്പ് ഈ അരിക്കൊമ്പൻ മിഷൻ നടന്ന സമയത്തുമൊക്കെ ഒരു മഴ പെയ്ത് നാം ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമാനമായൊരു സാഹചര്യമായിരുന്നു ഈ ആനയെ ഈ കാട്ടിലേക്ക് കയറ്റിവിടാൻ ഈ കിണറ്റിൽ നിന്നും കുഴിയെടുക്കുമ്പോൾ വലിയൊരു മഴ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ ആന കയറാനുള്ള ആ കിടങ്ങ് ഒരുക്കി ആ കിടങ്ങിലൂടെ ആന പുറത്തേക്കിറങ്ങി തിരികെ കാട് ലക്ഷ്യമാക്കി മുന്നോട്ട് നയിക്കുക എന്നതായിരുന്നു വനംവകുപ്പിൻ്റെ ദൗത്യം. ആ ദൗത്യം ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി കാട്ടിലേക്ക് ചെന്ന് അതിൻ്റെ ആ ഒരു ആനക്കൂട്ടത്തിൻ്റെ അടുത്തെത്തിയാൽ മാത്രമേ ഈ ദൗത്യം പൂർണ്ണമായിട്ടും വിജയകരമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. പൂജ. തീർച്ചയായിട്ടും ഷാംസാദുത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ നിരോധനാജ്ഞയാണ്, ശരിയാണ്. പക്ഷേ അടുത്തുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ ചെറിയ രീതിയിലുള്ള സംഘർഷം അവിടെയുണ്ട്, പ്രതിഷേധം അവിടെയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം തങ്ങൾക്ക് വനം വകുപ്പ് നൽകിയ വാക്ക് അവർ തെറ്റിച്ചിരിക്കുകയാണ്. അതിനുള്ളൊരു സംഘർഷം അത് ആ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രതിഷേധം ഉയരാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. JCB ഉൾപ്പെടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ശ്യാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.